നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. തീർച്ചയായിട്ടും ഈ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷത്തിനിടയിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം, ഏറ്റവും അനുയോജ്യമായ തീരുമാനമായി കഴിഞ്ഞ ദിവസത്തെ തീരുമാനത്തെ നമുക്ക് കണ്ടേ പറ്റൂ. കെ ജയകുമാർ IAS റിട്ടയർഡ്, അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ, പ്രസിഡന്റ് ആക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ മുതൽ പുറത്തു വരുന്നത്. അതിന്റെ തീരുമാനം, അതിന്റെ ഔദ്യോഗിക ഉത്തരവ് തിങ്കളാഴ്ച പുറത്തിറങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ പോലെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യോജിച്ച മറ്റൊരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പിണറായി വിജയൻ സർക്കാരിന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത് ആരാണോ, അത് അംഗീകരിച്ചത് ആരാണോ, അവർക്ക് സ്നേഹ അഭിനന്ദനങ്ങളും അംഗീകാരവും തീർച്ചയായിട്ടും നമ്മൾ നേരുകയാണ്, ആശംസിക്കുകയാണ്. കഴിഞ്ഞ 7-8 വർഷമായി ദേവസ്വം ബോർഡും ക്ഷേത്രങ്ങളും പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള മാധ്യമ സംഘമാണ് തത്വമയി നെറ്റ്വർക്ക്. ഞങ്ങളുടെ പ്രത്യേകമായ അഭിനന്ദനം ജയകുമാർ സാറിനെയും ഒപ്പം ഇതിന് തീരുമാനമെടുത്ത ആളുകളെയും, അതാരായാലും ഏത് ഒരു മുന്നണി സംവിധാനമായാലും നേതാവായാലും അവരെയും അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ സുതാര്യമായി സ്തുത്യർഹമായ രീതിയിൽ ആ പദവി വഹിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ശുദ്ധീകരിക്കാൻ കഴിയും എന്ന് നമുക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തു വന്നത്. CPM സെക്രട്ടേറിയറ്റാണ് ഈ തീരുമാനമെടുത്തത് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. കെ ജയകുമാർ സാറിനെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. മാത്രമല്ല PS പ്രശാന്ത് തുടരണ്ട എന്ന തീരുമാനവുമുണ്ട്. മുൻ ചീഫ് സെക്രട്ടറിയാണ്. ദീർഘകാലം ശബരിമല ഹൈ പവർ കമ്മിറ്റിയുടെ ചെയർമാനായി ചുമതല വഹിച്ചിരുന്നു ശ്രീ ജയകുമാർ. 2 തവണ സ്പെഷ്യൽ കമ്മീഷണർ പദവി വഹിച്ചിട്ടുണ്ട്. കൂടാതെ ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായി ജയകുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ നഷ്ടമായ പ്രതിച്ഛായ പൊതുസ്വീകാര്യനായ ഇദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി മാറ്റുന്നതിലൂടെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണിത്. നമുക്കറിയാം, ഉത്തരവിറങ്ങുന്ന ശേഷം ഈ മാസം 15-ന് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേൽക്കും എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. സ്വർണ്ണപ്പാളി വിവാദമടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ബോർഡ് തുടരേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ നേരിട്ടുള്ള നിയമനങ്ങളായിരിക്കും ബോർഡിലേക്ക് ഉണ്ടാവുക എന്നുമുണ്ട്. കെ ജയകുമാർ സാർ ഒരു ഇടതുപക്ഷ പ്രവർത്തകനൊന്നുമല്ല. അദ്ദേഹം ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്, കവിയാണ്, എഴുത്തുകാരനാണ്, ഉദ്യോഗസ്ഥനാണ്. നിരവധി വലിയ പദവികൾ വഹിച്ചിട്ടുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സർവീസിൽ ഇരുന്ന കാലത്തുമൊക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ജനസേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അദ്ദേഹത്തിന്റെ മനോഹരമായ പാട്ടുകൾ പോലെ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ജോലിയും ഭരണവും ഒക്കെ തന്നെ വളരെ മനോഹരമായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമായിട്ട്, വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ട് തീർച്ചയായിട്ടും ഭക്തജനങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹവും ഒക്കെ കാണും എന്നതിൽ ഒരു തർക്കവുമില്ല. കെ ജയകുമാർ സാറിന് നിയുക്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന് സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തവർക്ക് തീർച്ചയായിട്ടും നന്ദിയും അറിയിക്കുന്നു, അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എടുത്ത ഏറ്റവും നല്ല തീരുമാനം, ഏറ്റവും മനോഹരമായ തീരുമാനം എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചു പറയുന്നു.